കിളിച്ചുണ്ടൻ മാമ്പഴമേ അണ്ണാൻ കൊത്തിയ മാമ്പഴമേ എനിക്ക് 25,000 രൂപ അടിച്ചു തന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. തള്ളിയത് തെറ്റ്, ഞാൻ തെറ്റ് സമ്മതിക്കുന്നു, അതിന് ഞാൻ പൈസ അടച്ചു. മനസ്സാവാച കാരണം അറിയാത്ത ഒരു തെറ്റിന് ഈ 25,000 രൂപ പിഴ ചാർത്തിയപ്പോൾ ഇവിടുത്തെ ഹോട്ടൽസും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന് തള്ളുന്ന മാലിന്യങ്ങൾ അധികൃതർ കണ്ണു തുറന്ന് കാണണം, കണ്ടിട്ട് അതിനൊക്കെ വൻ തുക ഈടാക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. 25,000 രൂപ പിഴ മേടിച്ചു കൊടുത്ത മാങ്ങ കഴിക്കുക എന്ന് പറഞ്ഞൊരു ഭാഗ്യം തന്നെ. മാങ്ങാണ്ടി എറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ പിഴ ചുമത്തിയിരിക്കുന്നത് 25,000 രൂപ. നമസ്കാരം. MG ശ്രീകുമാരേട്ടന് മുളവുകാട് പഞ്ചായത്ത് മാലിന്യം വലിച്ചെറിഞ്ഞു എന്ന പേരിൽ 25,000 രൂപ ഫൈൻ ഈടാക്കിയിരുന്നു. അത് വലിയ ചർച്ചയായി. അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമൊക്കെ നടന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് താൻ ചെയ്തത് തെറ്റായിരുന്നു, അത് മാങ്ങ മാത്രമാണ് എടുത്തിട്ടത്, കാരണം ചെയ്തത് തെറ്റാണ്, ആ പണം ഞാൻ അടച്ചു, ഇതൊരു മാതൃകയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എന്തായാലും ശ്രീകുമാരേട്ടൻ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ചേട്ടാ, എന്തായിരുന്നു അത് സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഞാനിവിടെ ഇല്ലായിരുന്നു. പിന്നെ ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇപ്പോൾ ഇതാണ് ഈ മാവാണ് എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്, അത് വെള്ളത്തിലോട്ട് ചാഞ്ഞ് നിൽക്കുക. അപ്പം ഒരു മാങ്ങ ഇവിടെ നിന്ന് സെർവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞതൊരു മാങ്ങ വീണ് ചെതറിയപ്പോഴത്തേക്ക് അവർ അറിയാതെ എടുത്ത് ഒരു കടലാസിൽ പൊതിഞ്ഞ് ഫ്രണ്ടിലോട്ട് വെള്ളത്തിലിട്ടു. അപ്പോൾ ഏതോ ഒരു സഹോദരൻ അത് വീഡിയോ എടുത്തിട്ട് അവരുടെ കൺസേൺഡ് ഓഫീസിൽ ഒരു ഓഫീസിൽ കൊടുത്തു. അവിടുന്ന് പഞ്ചായത്തിൽ വന്നിട്ട് അവിടുന്ന് ഇൻസ്പെക്ഷൻ വന്നു. അപ്പോഴൊന്നും ഞാനില്ല ഇവിടെ. ഇൻസ്പെക്ഷൻ അത് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരികയായിരുന്നു. വന്ന് ഇവിടെ 8 മണിയായപ്പം ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ഇവിടെ പോലീസ് എന്ന് പറഞ്ഞൊരു വെളിയിലൊരിതുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പേപ്പർ വെച്ചിരുന്നു. അപ്പോൾ അത് ഞാനെടുത്ത് വായിച്ച് നോക്കിയപ്പോഴത്തേക്ക് 25,000 രൂപ പിഴ 5 ദിവസത്തിനകം അടയ്ക്കണം എന്ന് പറഞ്ഞ് തന്നു. അടുത്ത ദിവസം തന്നെ പൈസ ഞാൻ അടച്ചു. കാരണം ചെയ്തത് തെറ്റാണെന്ന് നമ്മൾ സമ്മതിച്ചു. കാരണം അല്ലാതെ ഇപ്പോൾ ആരാണോ എൻ്റെ വീടല്ലേ ഇത്, അപ്പോൾ ഇവിടുന്ന് ആരെടുത്തെറിഞ്ഞു കഴിഞ്ഞാലും വെള്ളത്തിലെടുത്തു കഴിഞ്ഞാലും ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അപ്പോൾ ഞാനൊരു മാതൃകയാവട്ടെ. കാരണം വേറൊന്നുമില്ല, ആ ഫൈൻ അടച്ചതിൻ്റെ എന്തോ ഒരു പെർസെൻറ്റേജ് ഇൻഫോമർക്ക് കിട്ടും. അതൊക്കെ നല്ല കാര്യം. കാരണം ഇത് തുടർന്ന് പോകണം എന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. കാരണം ഞാൻ മനസ്സാവാച കർമ്മണ അറിയാത്ത ഒരു തെറ്റിന് ഈ 25,000 രൂപ പിഴ ചാർത്തിയപ്പോൾ ഇവിടുത്തെ ഹോട്ടൽസും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന് തള്ളുന്ന മാലിന്യങ്ങൾ, അപ്പോൾ അതൊക്കെ അധികൃതർ കണ്ണു തുറന്ന് കാണണം, കണ്ടിട്ട് അതിനൊക്കെ വൻ തുക ഈടാക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. മാത്രമല്ല, ഞാൻ MP രാജേഷ് സാറുമായിട്ട് വിളിച്ച് സംസാരിച്ചു. അദ്ദേഹവും എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു മാതൃകയാണ് കാരണം ഇതിന്. അതുകൊണ്ട് മാലിന്യ വിമുക്ത കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇതിനകത്ത് എന്നെ ബ്രാൻഡ് അംബാസഡറാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന വേറെന്നേ ഉള്ളൂ, ഇത് തള്ളിയത് തെറ്റ്, ഞാൻ തെറ്റ് സമ്മതിക്കുന്നു, അതിന് ഞാൻ പൈസ അടച്ചു. ബട്ട് ഇത് എല്ലാവർക്കും ബാധകമാകണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് കാറിൽ നിന്ന് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാലും അല്ലെ ബാക്കിയുള്ള എന്ത് കാര്യത്തിനും അത് ഫൈൻ ചുമത്തണം. കാരണം ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പോയിട്ടുള്ളതാണ്. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഒരു സാധനം അവിടെ താഴെ തുപ്പുവോ അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കളി വേറെയാണ്. അത് കാരണം എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. നിങ്ങളിത് കണ്ടല്ലോ ഇവിടെ മുറ്റം കിടക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ഒന്നാമത്തെ കാര്യം ഞാനിവിടെ അധികം കാണാറില്ല. പിന്നെ അങ്ങനെ അധികം മാലിന്യങ്ങളില്ല. പിന്നെ ഈ ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞൊരു ആൾക്കാർ അവിടെ ഒരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനവരെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അവർ പ്ലാസ്റ്റിക് കിട്ടിയില്ല എന്ന് പറഞ്ഞ്, കാരണം ഇവിടെ ഞാൻ പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യാറില്ല. കാരണം ഏത് കടയിൽ പോയി കഴിഞ്ഞാലും അവർ പേപ്പർ ബാസ്ക്കറ്റിലാണ് ഞാൻ സാധനങ്ങൾ വെജിറ്റബിൾസ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മൾ ഈ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാകാറില്ല, ഉണ്ടെങ്കിൽ കളയുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ചിരി വരുന്നത്, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്നൊരു പാട്ട് ഓർമ്മ വന്നു. അതുപോലെ തന്നെ ഈ മാവിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് മാവിൻ ചോട്ടിലെ മണമുള്ള ആ ഒരു പാട്ട് ഓർമ്മ വന്നു. പിന്നെ ഏറ്റവും കൂടുതൽ വന്ന് കിളിച്ചുണ്ടൻ മാമ്പഴമേ അണ്ണാൻ കൊത്തിയ മാമ്പഴമേ
എനിക്ക് 25,000 രൂപ അടിച്ചു തന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. 25,000 രൂപ മേടിച്ചു തന്ന ആളാണിത്. അതെ, ഇദ്ദേഹമാണ് എനിക്ക് 25,000 രൂപ വാങ്ങിച്ചു തന്നത്. എന്തായാലും എൻ്റെ സർവൻറ്റിനെ അറിഞ്ഞുകൂടാതെ ചെയ്തതാണ്. അവർക്ക് ഒരുപാട് വിഷമമൊക്കെ ആയി. അപ്പോൾ അവരും ഇതിൽ ഖേദിക്കുന്നു, ഞാനും ഖേദിക്കുന്നു, ചെയ്ത തെറ്റ് സമ്മതിക്കുന്നു. ചേട്ടാ, ഇതിനിടയിൽ വന്ന ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ ചേട്ടനിപ്പം പിഴ ചുമത്തി 25,000 രൂപ. അപ്പോൾ ഈ സെർവൻറ്റിനെ ചേട്ടൻ വഴക്ക് പറഞ്ഞു, അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു. ഇല്ല, ഈ മാസത്തെ ശമ്പളം എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത ഇപ്പം എപ്പോഴും ഇവിടെ ഒന്ന് ജോലി ചെയ്യുന്നുണ്ട്. പാവം ഒരു സ്ത്രീയാണ്. കാരണം അതിനകത്ത് നമ്മളൊരു കുറ്റവും തെറ്റും ഒന്നും പറയുന്നില്ല. കാരണം ഒരാൾ അറിഞ്ഞുകൂടാതൊരു കാര്യം ചെയ്തതിന് നമ്മൾ എന്ത് പറയാനാണ്? ഞാൻ കൃത്യമായിട്ട് അവർക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരെ ഒന്നും ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അവരറിഞ്ഞുകൂടാതെ ചെയ്തൊരു കാര്യമില്ലേ, അതിന് ഞാൻ തെറ്റുകാരനാണ്, ഞാൻ പിഴയടച്ചു. അതിൽ കൂടുതലൊന്നുമില്ല. ഇവിടെ വേസ്റ്റ് ഈ മാങ്ങ മാത്രമേ ഉള്ളൂ ഈ മുറ്റത്ത് ഉണ്ടാവുക? അത്രയേ ഉള്ളൂ, അല്ലാതെ ഇവിടെ വേറെ വേസ്റ്റ് വരാൻ വഴിയില്ല. പക്ഷേ ഇതുവഴി വേസ്റ്റ് ഇങ്ങനെ ഒഴുകിപ്പോവും കണ്ടമാനം. കാരണം അതിപ്പോൾ ആരാ ഇടുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. ഇവിടെ ഈ പ്രളയ സമയത്ത് ഇപ്പോൾ ഒരു പശു വരെ വന്ന് കിടക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം വെള്ളത്തിൽ പലരും വേസ്റ്റ് തള്ളുന്നുണ്ട്. ഒരുപാട് വേസ്റ്റ് ഇവിടെ നിന്ന് അങ്ങറ്റം വരെ ഉണ്ട് കണ്ടമാനം. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മൊത്തം ഉണ്ട്. അപ്പോൾ അവരോടെല്ലാം പറയാനുള്ളത്, നമുക്ക് ഒരു ശുചിത്വ അന്തരീക്ഷം വരുത്താൻ കേരളത്തിലുള്ള എല്ലാവരും ഒന്ന് ഈ പറമ്പിൽ കുഴി ഒഴിച്ചിട്ട് അതിനകത്ത് നിക്ഷേപിക്കുക, എന്നിട്ടത് വേസ്റ്റായിട്ട് ചെടികൾക്ക് ഉപയോഗിക്കാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇതെനിക്ക് തന്നെ വന്ന് പെട്ടതിലാണ് ഇതായിപ്പോയത്. സാരമില്ല, ഞാനൊരു മാതൃകയായിരിക്കട്ടെ എല്ലാവർക്കും. പലരും പറയുന്നുണ്ടായിരുന്നു ഈ പിഴ വന്നതിന് ശേഷം ശ്രീകുമാരേട്ടൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പറഞ്ഞത് ഇത് മാങ്ങേണ്ടിയും ഒക്കെ ആയിരുന്നു പുറത്തേക്ക് ഇട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ മാങ്ങ തന്നെയാണോ എന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീണ്ടും അദ്ദേഹത്തെ സമീപിച്ചത്. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരുപാട് മാങ്ങ താഴേക്ക് വീണ് കിടക്കുകയാണ്. അതൊക്കെയാണ് ഈ സൈഡിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ മാങ്ങയ്ക്ക് എന്തെങ്കിലും പേരുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, കിളിച്ചുണ്ടൻ മാമ്പഴമേ, അണ്ണാൻ കൊത്തിയ മാമ്പഴമേ. അണ്ണാൻ കൊത്തിയ മാമ്പഴം എന്നുള്ള പേരിട്ടേക്കാണ്. ലുലുമാളിലൊക്കെ ഇഷ്ടം പോലെ ഇരിക്കുന്നതാണ്. ഇത് നല്ല മണമുണ്ട്. എനിക്ക് കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കഴിച്ചു നോക്കണം. പക്ഷേ 25,000 രൂപ പിഴ മേടിച്ചു കൊടുത്ത മാങ്ങ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭാഗ്യം തന്നെ. സത്യം. എന്തായാലും ഈ നമുക്കിവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഈ മാവിൽ ഒരുപാട് മാങ്ങയുണ്ട്. ആ മാങ്ങയൊക്കെ താഴെ വീഴുന്നുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. കുറച്ചൊക്കെ സൂട്ട് കേസിനകത്താക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങയാണ് ഇവിടെ ആകെ ഉള്ള ഒരു വേസ്റ്റ്. ഇവിടെ അധിക കാലമൊന്നും ശ്രീകുമാരേട്ടനും ഭാര്യയും താമസിക്കാറില്ല. ഏറ്റവും കൂടുതലും അദ്ദേഹം ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഒരു ചാനലിലെ ഷോയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് മാറി നിൽക്കുന്നത്. വല്ലപ്പോഴും മാത്രമാണ് ഇവിടേക്ക് വരുന്നത്. ആ ഒരു സമയത്ത് ഇവിടെ അധികം വേസ്റ്റുകൾ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിൽ തന്നെ പേപ്പറുകൾ മാത്രമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയാണ് കുറച്ച് മാങ്ങ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരി ഒരു പേപ്പറിൽ പൊതിഞ്ഞ് പുറത്തേക്ക് ഇട്ടത്. ഇത് 12ാം വാർഡാണ് മുളവുകാട് പഞ്ചായത്തിലെ. ഈ 12ാം വാർഡിൽ ഏറ്റവും കൂടുതൽ മാലിന്യം ഈ വാട്ടർ മെട്രോയുടെ സൈഡിൽ തന്നെയാണ്. കുറച്ച് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ എല്ലാം മാലിന്യം കിടപ്പുണ്ട്. അപ്പോൾ ഈ 12ാം വാർഡിലുള്ള വാർഡ് മെമ്പർ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു മാങ്ങാണ്ടി എറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ പിഴ ചുമത്തിയിരിക്കുന്നത് 25,000 രൂപ. എന്തായാലും അദ്ദേഹം നല്ലൊരു മാതൃക കാണിച്ചിരിക്കുകയാണ്. ഈ മാങ്ങാണ്ടിയല്ല, അത് എന്തു തന്നെയാണെങ്കിലും പുറത്തേക്കിട്ടതിന് ഞാൻ കൃത്യമായി പിഴ കൊടുക്കുകയാണ്. കാരണം എൻ്റെ ഭാഗത്തു നിന്നും വന്ന ഒരു വീഴ്ചയാണ്. മാലിന്യമുക്ത കേരളം, അതാണ് അദ്ദേഹത്തിൻ്റെ സ്ലോഗൻ എന്നും അദ്ദേഹം പറയുകയാണ്. ഇത് നല്ലൊരു മാതൃക കൂടിയാണ്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.